നമ്മൾ പലപ്പോഴും മാത്തമാറ്റിക്സിലെ പല ചാപ്റ്റേഴ്സും കാണുമ്പോൾ വിചാരിക്കും അല്ലെ, എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ എനിക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ ഉപയോഗം വരുമോ, ഇതൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ളൊരു ചാപ്റ്ററാണ് ക്ലാസ് 10th അടക്കം പഠിക്കാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു ചാപ്റ്റർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ നമുക്കൊരു എന്താ പറയുക, ഒരു പുതിയൊരു ടീച്ചർ നമ്മുടെ കൂടെയുണ്ട്. ആ ടീച്ചർ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്രിക്കറ്ററായിട്ടുള്ള സഞ്ജു സാംസൺ ആണ്. നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള സഞ്ജു സാംസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സഞ്ജു സാംസന്റെ കരിയറിലൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു നോക്കിയാലോ? യെസ്, നമുക്ക് അത്തരം ഒരു ജേണിയിലൂടെ കടന്നു പോയി നോക്കാം അല്ലേ. അപ്പോൾ സഞ്ജു സാംസൺ വളരെ അടിപൊളിയായിട്ടുള്ള കളിക്കാരനാണ്. സഞ്ജുവിൻ്റെ ഷോട്ട്സ് കാണാൻ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്, റൈറ്റ്? അപ്പോൾ സഞ്ജു എന്നുള്ളൊരു കളിക്കാരൻ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതിന് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ആവറേജ് എന്നുള്ളത്. നമ്മളെല്ലാവരും ആവറേജസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളെല്ലാവരും ഒരു കളിക്കാരൻ്റെ അദ്ദേഹം കളിക്കാൻ വരുമ്പോൾ തന്നെ അവിടെ റൺസും ആവറേജും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സഞ്ജുവിൻ്റെ ആവറേജ് ODIസിൽ 56 ആണ്. ഓക്കെ, വിച്ച് ഈസ് വെരി ഹൈ. 56 എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആവറേജാണ്. എങ്ങനെയാണ് ഈ 56 എന്നുള്ള ഒരു ആവറേജിലോട്ട് എത്തുന്നത്? എന്താണ് ആവറേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? അയാൾക്ക് നേടിയിട്ടുള്ള ടോട്ടൽ റൺസ്, സഞ്ജു ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ കളികൾ 16 വൺ ഡേ ഇൻ്റർനാഷണൽസ് ആണ് കളിച്ചിട്ടുള്ളത്. ആ എല്ലാ കളികളിലൂടെ സഞ്ജു നേടിയ റൺസാണ് 510 എന്നുള്ളത്. ഓക്കെ, അതിൽ 14 ഇന്നിങ്സിലാണ് സഞ്ജു ബാറ്റ് ചെയ്തത്. പക്ഷെ അതിൽ 9 എണ്ണത്തിൽ മാത്രമാണ് സഞ്ജു ഔട്ടായിട്ടുള്ളത്. അപ്പോൾ സഞ്ജു ഔട്ടാവാതെ, റൈറ്റ്, ഓരോ ഒരു ഔട്ടിൻ്റെ ഇടവേളയിൽ ഓരോ ഔട്ടുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓരോ തവണ ഔട്ടായത് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര റൺസ് വരെ സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആവറേജ് അല്ലെങ്കിൽ മീൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മീൻ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി 510നെ ഈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് സഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ ആവറേജ് മീനായിട്ടുള്ള 56 നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ T20 ഇൻ്റർനാഷണൽസിൽ സഞ്ജുവിൻ്റെ ശരാശരി അല്ലെങ്കിൽ മീൻ എന്നുള്ളത് ഏകദേശം 25.83 ആണ്. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ് എന്ന് അളക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അളക്കാൻ സാധിക്കുന്ന ഒരു ആവറേജ് ആണ് മീൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സഞ്ജു 56 ആണ് സഞ്ജുവിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു കളി കളിച്ചാൽ സഞ്ജു 56 റൺസ് അവിടെ സ്കോർ ചെയ്യാനുള്ള സാധ്യത ഏകദേശം അത്ര ഉണ്ട് എന്നുള്ളതാണ്. ഒരു T20 സഞ്ജു കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 25 റൺസെങ്കിലും സഞ്ജു സ്കോർ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവറേജ് കുറഞ്ഞ കളിക്കാർ സ്വാഭാവികമായിട്ടും അവരത്ര സ്ഥിരതയില്ലാത്ത കളിക്കാരായി മാറും. ആവറേജ് കൂടിയ ആളുകൾ സ്ഥിരതയുള്ള കളിക്കാരായിട്ട് മാറും. നമ്മൾ നോക്കുമ്പോൾ എസ്പെഷ്യലി വൺ ഡേ ഇൻ്റർനാഷണൽസിൽ വളരെയധികം സ്ഥിരത കൂടിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കളിക്കാരനാണ് സഞ്ജു സാംസൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും സഞ്ജുവിൻ്റെ മീൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ മീൻ എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ മീൻ മാത്രമല്ല ആവറേജസ് ഉള്ളത്, മീഡിയൻ, മോഡ് എന്നുള്ള ആവറേജസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഈ മീഡിയനും മോഡും ഒക്കെ നമുക്ക് എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് സഞ്ജുവിൻ്റെ കഴിഞ്ഞൊരു 10 കളിയിലെ സ്കോർസ് നമ്മൾ എടുക്കാം, റൈറ്റ്? നമുക്ക് ഒരു സാങ്കല്പികമായ സ്കോർസ്, യഥാർത്ഥ സ്കോർ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. ഓക്കെ, ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഏറ്റവും കുറവുള്ള സ്കോറും ഏറ്റവും കൂടുതലുള്ള സ്കോറും, റൈറ്റ്? അപ്പോൾ ഒരു മിഡിൽ നമ്പർ നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞൊരു 11 കളിയുടെ സ്കോറാണ് എഴുതിയിട്ടുള്ളത്. അതിൽ അപ്പോൾ 6ാമത്തെ സ്കോർ എന്നുള്ളത്, ഇതിൽ 6ാമത്തെ സ്കോർ വരുന്നത് എത്രയാണ്? 36 ആണ്. അപ്പോൾ 36 ആണ് സഞ്ജുവിൻ്റെ മീഡിയൻ സ്കോർ എന്നുള്ളത്. എന്തിനാണ് നമ്മൾ മീഡിയൻ ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കളിക്കാരന് എന്താ പറയുക, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മോശമായി കളിച്ചു, റൈറ്റ്? അപ്പോൾ അയാൾക്ക് 2-0 കിട്ടി, അല്ലെങ്കിൽ ഒരു 100 സ്കോർ ചെയ്തു. ഈ ഒരു 100 സ്കോർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരാളുടെ മീൻ ആവറേജ് വളരെ അധികം ഉയരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരാൾ ഈ ഒരു മീഡിയൻ എന്നുള്ളത് എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള ഔട്ട്ലെയർ ആയിട്ടുള്ള പെർഫോമൻസുകളെ മീഡിയൻ എന്ത് ചെയ്യില്ല, കാര്യമായിട്ട് ബാധിക്കില്ല. ഒരു കളിക്കാരൻ്റെ യഥാർത്ഥ പ്രകടനം മനസ്സിലാക്കാൻ നമുക്ക് ഈ മീഡിയൻ സ്കോർസ് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരു കളിക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മോശമല്ലാത്ത ഒരു മീഡിയൻ സ്കോർ ഉണ്ടാകും. കാരണം സ്വാഭാവികമായിട്ടും ചില ദിവസങ്ങളായാലും നന്നായി സ്കോർ ചെയ്യും, ചില ദിവസങ്ങൾ കുറച്ച് മോശമായി സ്കോർ ചെയ്യും. എന്നാൽ സാധാരണ സ്കോർ ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരിക്കും മിഡിൽ വരിക. ഓക്കെ, ഇതാണ് മീഡിയൻ എന്നുള്ളത്, റൈറ്റ്? അതേപോലെ തന്നെ മോഡ് മറ്റൊരു വേ ഓഫ് ആവറേജ് ആണ്. ഓക്കെ, എന്താണ് ആവറേജ് എന്നുള്ളത്? മോഡ് എന്നുള്ള ഒരു ആവറേജ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു ഡാറ്റ സെറ്റിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന സ്കോറാണ് മോഡ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു സഞ്ജുവിൻ്റെ T20 ഇന്നിങ്സ് നമ്മളൊരു 20 T20 ഇന്നിങ്സ് എടുക്കുക. സഞ്ജു 15 റൺസിന് 3 തവണ പുറത്തായി എന്ന് വിചാരിക്കുക, 30 റൺസിന് 4 തവണ പുറത്തായി എന്ന് വിചാരിക്കുക, 0-ന് 2 തവണ പുറത്തായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഏതാണ്? 30 ആണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ മോഡ് സ്കോർ എന്നുള്ളത് 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ
ഒരാൾ സാധാരണ കളിക്കുമ്പോൾ അയാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്കോർ എന്താണ്? ഇതാണ് നമ്മൾ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 30 കളി കളിച്ച ഒരാൾ ഒരു 5 കളിയിൽ 0-ന് ഔട്ടായി എന്ന് വിചാരിക്കുക. ദാറ്റ്സ് എ ബിഗ് നമ്പർ അല്ലേ? അയാൾ 0-ന് ഔട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അയാളുടെ മോഡ് ചിലപ്പോൾ 0 ആയിരിക്കും, റൈറ്റ്? അതിനർത്ഥം ബാക്കി കളികളിൽ അയാൾ സ്കോർ ചെയ്യുന്നു എന്നുള്ളതല്ല. പക്ഷേ അയാൾക്ക് സാധാരണയായി കാണാൻ ഏറ്റവും സാധ്യതയുള്ള സ്കോർ ഏതാണ്? അയാളുടെ പെർഫോമൻസ് വെച്ച് 0 ആണ് എന്നുള്ളതാണ്, റൈറ്റ്? അപ്പോൾ ഇതാണ് മോഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാലാമതായിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ മറ്റൊരു കൺസെപ്റ്റാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹിസ്റ്റോഗ്രാംസ് എന്നുള്ളത്. നമുക്ക് സഞ്ജുവിൻ്റെ T20 സ്കോർസിനെ നമുക്ക് ഡിഫറെൻറ്റ് റീജിയൻസ് ആക്കി തിരിക്കാം. 0 മുതൽ 20 വരെ സ്കോറിൽ ഇത്ര സ്കോർ ചെയ്തിട്ടുണ്ട്, 21 മുതൽ 40 വരെ ഇത്ര സ്കോർ ചെയ്തിട്ടുണ്ട്, 41 to 60 ഇത്ര ഇൻസ്റ്റൻസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതേപോലെ 61 to 80-ലും 81 to 100-ഉം 100+ ഇത്രയധികം സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 100+ 3 സ്കോറുകൾ സഞ്ജു സാംസണിനുണ്ട്, റൈറ്റ്? അപ്പോൾ ഒരു ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ഒരു ബാർ ഗ്രാഫ് എന്നുള്ളത്, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ്സ് ആക്കി തിരിക്കുന്നതിനാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുക. അതിന് നമ്മളൊരു ബാർ ഡയഗ്രാം ആക്കുകയാണെങ്കിൽ നമ്മളതിനെ ഹിസ്റ്റോഗ്രാം എന്ന് വിളിക്കും. ഈ ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? അത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഒരാൾ എത്ര നല്ല പ്ലെയർ ആണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്റോഗ്രാം നോക്കിയാൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആവറേജസ് പഠിക്കുമ്പോൾ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ, ഹിസ്റ്റോഗ്രാം പഠിക്കുമ്പോൾ ഇതൊക്കെ ഇനി ആവശ്യമുണ്ടോ? ഈ മോഡും മീഡിയനും മീനൊക്കെ എന്തിനാണ് എന്നുള്ള പല ചിന്തകളും നമുക്ക് ഉണ്ടായേക്കാം. പക്ഷേ ആക്ച്വലി നമുക്ക് സഞ്ജു സാംസണിൻ്റെ ഒരു കരിയർ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി അല്ലേ, ഇതെല്ലാം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളെ അനലൈസ് ചെയ്യാൻ, ഒരാളുടെ കഴിവിനെ അനലൈസ് ചെയ്യാൻ, ഒരാളുടെ കളിയെ അനലൈസ് ചെയ്യാൻ നമുക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന മെട്രിക്സ് ടൂളുകളാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ എന്ന് നമുക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെ നമ്മൾ മാത്സ് പഠിക്കുന്ന ഓരോ കാര്യത്തിനും നമുക്ക് എന്തുണ്ട്? നമുക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ